വയലാർ ഗ്രാമപഞ്ചായത്ത് CDS മൈക്രോ ക്രെഡിറ്റ് വായ്പാ വിതരണോദ്ഘാടനം നടന്നു. മന്ത്രി വി പ്രസാദ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. വയലാർ ഗ്രാമപഞ്ചായത്ത് CDS മൈക്രോ ക്രെഡിറ്റ് വായ്പാ വിതരണോദ്ഘാടനം മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു. അഡ്വക്കേറ്റ് കെ പ്രസാദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വയലാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓമന ബാനർജി സ്വാഗതവും CDS ചെയർപേഴ്സൺ സേതുലക്ഷ്മി നന്ദിയും പറഞ്ഞു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ് അയൽക്കൂട്ടങ്ങൾക്കുള്ള വായ്പാ വിതരണം നിർവഹിച്ചു. വയലാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MG നായർ മുഖ്യപ്രഭാഷണം നടത്തി. PV സജിത, UG ഉണ്ണി, ഇന്ദിര ജനാർദ്ദനൻ, ബീന തങ്കരാജ്, VK സാബു, SV ബാബു, അർച്ചന ഷൈൻ, രതി അജയകുമാർ എന്നിവർ സംസാരിച്ചു. പട്ടണക്കാട് പഞ്ചായത്തിൽ ചാനലുകാരെല്ലാം റിപ്പോർട്ട് ചെയ്തു ഒരു വീട് പൂട്ടി ഏതോ കോയമ്പത്തൂർ കമ്പനിയാണ്. ഞാനത് കിട്ടില്ല സ്ഥാപനത്തിൻ്റെ പേര്. അപ്പോൾ ഞാനും ഇപ്പോൾ പറഞ്ഞു അവർക്ക് പൊളിച്ചുള്ള അവരെ പാവങ്ങളില്ല അകത്ത് കയറ്റാൻ പറഞ്ഞു. അപ്പോൾ അകത്ത് കയറ്റാനൊക്കെ പറഞ്ഞ് പിന്നെ ബാക്കി തിരക്കുമ്പോൾ അറിയുന്നത് അവർക്ക് കേരളത്തിൽ എന്നും ബ്രാഞ്ചില്ല, കോയമ്പത്തൂരാണുള്ളത്. ഞാൻ കോയമ്പത്തൂർ അതിൻ്റെ ആളിനെ വിളിച്ചു. നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് ഇത് ചെയ്യുന്നതെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് എല്ലാ രേഖയും ഉണ്ട് സാറെന്ന് പറഞ്ഞു. ചോദിച്ച് ഞാൻ ഇതറിയോ അവർക്ക് മുഴുവൻ രേഖയുണ്ട്. റിസർവ് ബാങ്കിൻ്റെ അംഗീകാരമുണ്ട്. റിസർവ് ബാങ്കിൻ്റെ അംഗീകാരമുള്ള ഒരുപാട് പണമിടപാട് സ്ഥാപനങ്ങളുണ്ട്, അംഗീകാരമുണ്ട്. അതുകൊണ്ട് അവർ ഏത് നിയമവ്യവസ്ഥയാണ് മനസ്സിലാക്കി സർഫസി ആക്ട് അനുസരിച്ചിട്ടാണ് ഇവരെ അവിടെ നാക്കി കൂട്ടിട്ട് വെച്ചിരുന്നത്. നമുക്ക് ചല്ലിത്തുറന്ന് അകത്ത് താമസിക്കാം, പക്ഷേ ആ വസ്തു വെച്ച് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ്. അപ്പോൾ എവിടെല്ലാം പോയിട്ടാണ് നമ്മൾ മേടിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ട് നാട്ടിലെങ്ങും ഇല്ലാത്ത വലിയ പലിശയ്ക്ക് വാങ്ങിക്കുകയും അടയ്ക്കാൻ പറ്റാതാകുമ്പോഴേക്കും വസ്തുവും ഉൾപ്പെടെ എല്ലാം അവരുടെ കയ്യിലായി തീരുകയും